ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ മനസ്സിൽ കുറേ ചിന്തകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങൾ നടക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് പല രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കും കേട്ടോ. ചിലർക്ക് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് എല്ലാം മാറാൻ, അതല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ വെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഹെൽത്ത് പരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്താലാണ് ഞാൻ ആഗ്രഹിച്ച കാര്യം നേടാൻ പറ്റുക, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്, ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്, ടെക്നിക്കാണ്. ഇത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് നമ്മളിപ്പോൾ ഒരു 7 ദിവസം ചെയ്യണമെന്നോ 11 ദിവസം 21 ദിവസം അങ്ങനെയൊന്നും പറയുന്നില്ല. ഒറ്റ പ്രാവശ്യം മാത്രം നിങ്ങളത് ചെയ്താൽ മതി. അത്രയും നല്ലതാണ്. കുറേ പേര് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സംഭവം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ ഓക്കെ ആവുന്നത് ആ ഒരു ടൈം. ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഒന്നില്ലെങ്കിൽ രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുന്നാണ്, അതല്ലെങ്കിൽ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ആ ഒരു ടൈമിൽ. അപ്പോൾ ഈ ഒരു ടൈമിനെ നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. അതുകൊണ്ട് രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു പേപ്പർ വേണം, പേന വേണം, ഒരു ശല്യവും ഇല്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം അങ്ങനെ എവിടെയാണെങ്കിലും ഓക്കെ, മറ്റൊരു ശല്യം ഇല്ലാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കാം. മുഴുവൻ കോൺസെൻട്രേഷൻ ഇതിലേക്ക് വരണം എന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ഈ പേപ്പറിൽ എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ യൂണിവേഴ്സിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതായത് ഞാൻ യൂണിവേഴ്സിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ, ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവില്ല, അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ എന്താണ് നിങ്ങളുടെ ആഗ്രഹം, അത് എനിക്ക് ഗിഫ്റ്റായി ലഭിച്ചതിൽ ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പം നിങ്ങളൊരു ജോബാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ച ഇന്ന ജോലി എനിക്ക് ഗിഫ്റ്റായി നൽകിയതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. ഞാൻ യൂണിവേഴ്സിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഇന്ന ജോലി എനിക്ക് ഗിഫ്റ്റായി നൽകിയതിൽ ഞാൻ യൂണിവേഴ്സിൻ്റെ അടുത്ത് നന്ദി പറയുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് ഒറ്റ പ്രാവശ്യം മാത്രം നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ നിങ്ങൾ അങ്ങനെ എവിടെയാണ് നിങ്ങൾക്ക് സേഫായിട്ട് എടുത്ത് വെക്കാൻ പറ്റുന്നത് ആ ഒരു പ്ലേസിൽ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യമേ ചെയ്യേണ്ടുള്ളൂ. അപ്പം പിന്നെ എഴുതി വെച്ച് നോക്കാം, നടക്കുമോ എന്നുള്ളത് നോക്കാലോ എന്നുള്ള രീതിയിൽ, ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ എന്തായാലും ചെയ്യരുത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഇത് നടക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്യുക. പരീക്ഷിച്ച് കഴിഞ്ഞാൽ നടക്കാനുള്ള ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ രാത്രിയാണ് നിങ്ങൾ ചെയ്തെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. പിന്നീട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മറന്നു നിൽക്കുക. നിങ്ങളിത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്ക് ആ ജോബിനുള്ള കോൾ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിനെ തന്നെ ആലോചിച്ചിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള നിങ്ങളുടെ ജോലികളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ പിടിച്ച് കുലുങ്ങി നിൽക്കരുത്. അതായത് നടക്കുമോ എന്താണ് വിളി വരാത്തതെന്ന് പറഞ്ഞിട്ടിരിക്കരുത്. അതിനങ്ങനെ വിട്ടേക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു മാജിക് കണ്ടറിയാനായിട്ട് പറ്റുന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമുള്ളൂ. ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒന്ന് നിങ്ങൾ അറിയിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ബാക്കിയുള്ള ആളുകൾ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കാൻ സാധ്യതയില്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ലോകത്ത് ആൾക്കാരൊക്കെ ഇത്രയും വലിയ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുമോ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾ പോസിറ്റീവായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളുടെ ചിന്തയാണ് ശരിക്കും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ലൈഫിലുള്ള വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നമുക്ക് നൽകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തയാണ്. അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ടും പോസിറ്റീവായി മാറ്റാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നടത്താനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ റിസൾട്ട് കിട്ടിയവർ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്